ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് ബാബ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ അന്നുണ്ടായിരുന്ന ജാതി കോമരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ജാതിയല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത ക്രമീകരണമാണ്. അത് അദ്ദേഹം പറയാൻ കാരണമുണ്ടായിരുന്നു. അത് നമ്മളെപ്പോലും അദ്ദേഹം പഠിപ്പിച്ചു. ജാതി മത ചിന്തകൾ കൊണ്ട് അധിഷ്ഠിതമായിരുന്നു നമ്മുടെ സമൂഹം. ഇപ്പൊ നിങ്ങൾ അവർ പുതുക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ ഒരു കാലത്ത് പുതുക്രിസ്ത്യാനികളായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശികളാണെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈ സഭയിൽ അനുഗ്രഹീതമായ ഒരു ഭാവി ഉണ്ടാകൂ എന്ന് ബാബ പഠിപ്പിച്ചു. അതിനുവേണ്ടി ധനമുള്ളവരോട് പോരാടാനുള്ള ആത്മധൈര്യം, അല്ലെങ്കിൽ അന്നത്തെ പ്രമാണികളോട് പോരാടാനുള്ള ആത്മധൈര്യം ബാബയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എഴുത്തുകൊണ്ട് നമ്മളെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിച്ചവരോട് എഴുത്തിന്റെ ഭാഷയിൽ തന്നെ സഭ്യമായ രീതിയിൽ തന്നെ മറുപടി പറയുവാൻ ബാബയ്ക്ക് സാധിച്ചു. ബാബ ചുരുങ്ങിയ ഒരു മനുഷ്യനായിരുന്നില്ല. വെറുതെ ഒരു പ്രാർത്ഥനക്കാരൻ മാത്രമായിരുന്നില്ല. പ്രാർത്ഥനയ്ക്കും അപ്പുറം പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടിയ മനുഷ്യനായിരുന്നു ബാബ. ആ വലിയ കഴിവ് സുറിയാനി സഭയ്ക്ക് ഇന്നും പൈതൃകമായി ലഭിച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തമാർക്കെല്ലാം പ്രാർത്ഥിക്കാനും പോരാടാനും സമചിത്തതയോടെ വീക്ഷണത്തോടെ ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെഞ്ഞാമുക്ക് പള്ളിയിൽ പ്രാർത്ഥന അർപ്പിക്കാനായിട്ട് പോയി. അവിടെ നടന്നൊരു സംഭവമാണ്. പെഞ്ഞാമുക്ക് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കുരിശങ്കൽ യാക്കോബ് ഓഫസ്കോയുടെ തിരുശേഷിപ്പുണ്ട്. ബാബ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവിഭാഗം അതിന് തൊട്ട് മുമ്പുള്ള പള്ളിയിൽ വലിയ ശബ്ദത്തിൽ വലിയ മൈക്ക് വെച്ച് ആഘോഷിച്ച് ബാബയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ തക്കവണ്ണം വലിയ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. അന്ന് അവിടെ നടന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബാബ മൈക്ക് ഓപ്പറേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്. അവര് പ്രാർത്ഥിച്ചോട്ടെ, നമ്മുടെ മൈക്ക് ഓഫ് ചെയ്തേക്ക്. ബാബ അവിടെ നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. ആളുകൾ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം കേൾക്കാവുന്ന ഉച്ചയിൽ. വീണ്ടും പള്ളിയകത്ത് ബാബ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവർ വലിയ പ്രദക്ഷിണവുമായിട്ട് വന്നിട്ട് വലിയ കാഹളങ്ങളോടെ ശബ്ദങ്ങളോടെ അട്ടഹസിച്ചുകൊണ്ട് ബാബയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പരിശ്രമിച്ചു. അവിടെയും ബാബ പറഞ്ഞത്, മതി, നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ മതി, അവരവരുടെ ആഘോഷങ്ങളുമായി പോകട്ടെ. ഞാനിത് പറഞ്ഞത് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന എല്ലാ പിതാക്കന്മാരിലും സുറിയാനി സഭയിൽ ഈ ദിവ്യ ചൈതന്യം കാണാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ്. ബാബ അവരെ പരിശുദ്ധ സിംഹാസനത്തിൽ ലഭിച്ച ആ കൃപകളെ പാലിക്കാൻ, ആ സഹിഷ്ണുതയെ പാലിക്കാൻ, ആ സൗമ്യതയെ പാലിക്കാൻ സാധിച്ചുവെങ്കിൽ തുടർന്നും ഈ സഭ മുന്നോട്ടുള്ള എല്ലാ പിതാക്കന്മാരിലും പരിശുദ്ധനായ പൗലോസ് മർക്കുലോസ് ബാവായിൽ ഉണ്ടായിരുന്ന അതേ സാത്വിക ഭാവം നിലനിർത്താനായിട്ട് സാധിക്കും. അതിന് പരിശുദ്ധാത്മാവ് ശക്തി പകരട്ടെ. പരിശുദ്ധനായ കുർലോസ് ബാവായുടെ പ്രാർത്ഥന നമുക്ക് മാധ്യസ്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും